ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് ഒരു ഇമോജിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇമോജി എന്ന് പറയുമ്പോൾ നമുക്കറിയാമായിരിക്കും, നമ്മുടെ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ കീപാഡിൽ വരെ ഇമോജികളുണ്ട്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പിക്ചർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഇമോജി നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയ്ക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഏകദേശം 4.7 റേറ്റിംഗുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. 50,000 ഡൗൺലോഡിങ്ങും ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫോട്ടോസ് എങ്ങനെ നമുക്ക് ഒരു ഇമേജ് ആക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ നിങ്ങൾ കുറച്ച് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിനായിട്ട് ആ പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. താഴെ ക്രിയേറ്റ് ഇമോജി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് ആയിരിക്കും അത് ചെല്ലുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ, നിങ്ങളുടെ അപ്പോഴുള്ള ആ ഫോട്ടോ തന്നെ എടുത്ത് നിങ്ങൾക്ക് ഇമോജി തയ്യാറാക്കാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും താഴെയായിട്ട് ഒരുപാട് ഇമോജീസുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഇമോജിയുടെ അതേ മോഡലിൽ നിങ്ങളുടെ ഫോട്ടോസ് തയ്യാറാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാകും അതിൻ്റെ ഫോട്ടോയിൽ വരുന്ന ചേഞ്ചസുകൾ. അതുപോലെ തന്നെ കരയുന്നതാണോ, ചിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഗ്ലാസ് വയ്ക്കുന്നതാണോ, വന്നതാണോ, അത് അങ്ങനത്തെ ഏത് ഫോട്ടോസ് വേണമെങ്കിൽ, ഏത് ഇമോജീസ് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയുമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് ഇമോജീസുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡൗൺലോഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്, ഇമോജീസ് ആക്കാവുന്നതാണ്. അതുപോലെ താഴെ കാണാൻ സാധിക്കും പെയിൻറ്റിങ്ങിൻ്റെ. അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കളർ ചേഞ്ചസ് ഒക്കെ വരുത്തുവാനും സാധിക്കും. നല്ല നല്ല ഇമോജീസുകൾ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഇമോജീസിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയും ഈ ഇമോജീസുകൾ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിന് കളർ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട്. നല്ല നല്ല ഓപ്ഷനുകൾ ഇതിലുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നല്ല ഇമോജീസുകൾ തയ്യാറാക്കാൻ, നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ച് നല്ലൊരു ഇമോജീസുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. നിങ്ങൾ ഇമോജീസുകൾ തയ്യാറാക്കിയതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡൗൺലോഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഈ ഇമോജി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഗാലറിയിൽ സേവ് ചെയ്ത ഇമോജീസുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ എന്നൊരു ഓപ്ഷൻ, താഴെ സൈഡിലായിട്ട് ഒരു ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോജീസുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.